എന്റെ കുട്ടിയെ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് അവരുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇജാബത്താണ്. സമസ്തയുടെ കൊടിക്ക് കീഴെ വിനീത വിധേയരായി നമ്മൾ ഈ അച്ചടക്കത്തോടെ വന്നിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു സദസ്, ചെക്കന്മാര്, ഫുൾ ചെക്കന്മാരാ. ഈ ചെക്കന്മാര് അപ്പുറത്തിരുന്ന് അതിന്റെയും അപ്പുറത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കേണ്ട ടൈമാണ്. എത്രയോ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിരന്തരം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ, ദീന് കേട്ടുകൊണ്ടിരിക്കാൻ, സുന്നത്ത് ജമാഅത്ത് കേട്ടുകൊണ്ടിരിക്കാൻ, സമസ്തയെ ശ്രവിച്ചുകൊണ്ടിരിക്കാൻ. അതൊരു തൗഫീഖല്ലേ സഹോദരങ്ങളെ? ആലോചിച്ചു നോക്കൂ. അപ്പോ ആ തൗഫീഖിന്റെ ശ്രേണിയിലേക്ക് ചേർന്ന് നിൽക്കുക, ആ നിഅമത്തിന് നമ്മൾ ശാക്രിയങ്ങളായി മാറുക. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് പല ഉടായ്പുണ്ടാവും. അത് കണ്ട് നമ്മൾ പേടിക്കണ്ട. അത് കണ്ട് ആ പല ഉടായ്പും പല ട്രിക്കുകളും ഉണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുപക്ഷത്ത് വന്ന ജ്യോത്സ്യന്മാർ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന ജ്യോത്സ്യന്മാർ, 80,000 ജ്യോത്സ്യന്മാർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കാണ്. അതാണ് മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മഹദിമാമിന് കൊടിയെടുക്കാൻ ഒരാൾ മതി. അത് വല്ലാത്ത വർത്താനാണ്. അത് ചെറിയ വർത്താനല്ല. മഹദിമാമിന് ഈ കൊടി കൈമാറാൻ ഒരാൾ മതി. ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വിഷയമല്ല. അതൊരു ഗൗരവമുള്ള വർത്താനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരെ വന്നത് 80,000 ജ്യോത്സ്യന്മാർ, സാഹിര്യങ്ങൾ, ജാലവിദ്യക്കാർ. അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു. അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാറ് ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ്. ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ്, ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷൻസ്. 80,000 ജ്യോത്സ്യന്മാർ മാത്രമല്ല, അവരുടെ ഫാൻസ് അസോസിയേഷനും എല്ലാവരോടെ കൂടിയിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാജയപ്പെടുന്നത് കാണാൻ. അങ്ങനെ അവരെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെടുകയാണ്. ആളുകൾക്ക് ഇത് പാമ്പായി തോന്നുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പേടി തോന്നി. പടച്ചോനെ, ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ, അതാ പേടി. ഈ ഉടായ്പ് കണ്ടു പേടിച്ചതല്ല, ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. സമസ്തക്കെതിരെ വരുന്നവർ, സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്നവർ പല ഉടായ്പുകളുമായി വരുമ്പോ സാധാരണക്കാർ അവരുടെ കെണികളിൽ പെട്ടുപോകും. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാജാലങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകും, നമ്മുടെ നേതാക്കന്മാർക്കുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു ഉള്ളിലൊരു ഒരു ആന്തല്, പഠിച്ചോനെ, ആൾക്കാരിത് കാണുമ്പോ അതാണ് ശരിയെന്ന് ധരിക്കുമോ? എന്റെ ഭാഗത്താണല്ലോ ഹക്കുള്ളത്, ഞാൻ റബ്ബിന്റെ ആളാണല്ലോ, ആളുകൾ തെറ്റിദ്ധരിക്കുമോ? ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നിയ ആ മൈക്രോ സെക്കൻഡിൽ അള്ളാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അലാ. മൂസാ അലൈഹിസ്സലാം, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തല്ലേ ശരിയുള്ളത്, നിങ്ങളുടെ ഭാഗത്തല്ലേ ആദർശമുള്ളത്, നിങ്ങളുടെ ഭാഗത്തല്ലേ സിറാത്ത് മുസ്തഖീമുള്ളത്, നിങ്ങളുടെ വാദമല്ലേ ശരി. പിന്നെ അവരെന്ത് തട്ടിപ്പ് കളിച്ചാലും നിങ്ങൾ എന്തിനു പേടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഒരു ആത്മവിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. മഹാനായ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, അവരൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ദുന്യവിയായ യാതൊരു താല്പര്യവുമില്ലാതെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ ആ ശ്രേണിയിൽപ്പെട്ട പണ്ഡിതന്മാർ, അവരൊക്കെ അവസാനത്തെ പ്രസംഗത്ത് പറഞ്ഞെന്താ അറിയോ? സമസ്തന്റെ കൂടെ നിന്നോളിയും. പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ഫിത്നകളും വരും. സമസ്ത കൈവിടണ്ട, സമസ്തനെ പുച്ഛിക്കണ്ട, സമസ്തനെ വലിച്ചെറിയണ്ട. നഷ്ടമാണ്, അത് തീരാ നഷ്ടമാണ്, തീരാ ദുഃഖമായി മാറും എന്നാണ് അവരൊക്കെ അവസാനമായി സംസാരിച്ചത്. ആ റൂട്ടിൽ ഉറച്ചു നിൽക്കാൻ
അർഹമുർ-റഹീമീനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വന്ദ്യരായ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി, മഹാരഥന്മാരായ നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.